ആദി ദൈവിക കേന്ദ്രങ്ങളിൽ തന്നെ നമ്മൾ ക്ഷേത്രോപാസന എന്ന് പറയുന്നത് തന്ത്രശാസ്ത്രത്തിൽ അധിഷ്ഠിതമാണ്. ആ തന്ത്രശാസ്ത്രത്തിലും ശാസ്ത്രബുദ്ധിയോട് കൂടിയിട്ടുള്ള ശാസ്ത്രജ്ഞാനത്തോട് കൂടിയിട്ടുള്ള നിഷ്ഠകളും അനുഷ്ഠാനങ്ങളുമാണ് പ്രസക്തമായിട്ടുള്ളത്, ഭക്തിയേക്കാൾ ഉപരിയായിട്ടുള്ളത്. അതിൽ ഓരോന്നിലും പ്രാണാനുസന്ധാനം തൊട്ട് നിരവധി അനുഷ്ഠാന പദ്ധതികൾ വ്യത്യസ്തമായിട്ടുണ്ട്. ഏതിലൂടെയും നിങ്ങൾക്ക് ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരാം. ഏതിലൂടെ എത്തിച്ചേർന്നാലും എല്ലാ നദികളും വന്ന് സമുദ്രത്തിൽ ചേർന്ന് കഴിഞ്ഞാൽ സമുദ്രം ഒരേപോലെ തന്നെയാണ്. ഭൗതികമായിട്ടുള്ള കാര്യങ്ങളെ പോലും ആ ആത്മാവിനെ സംബന്ധിക്കുന്നത് എന്നുള്ള നിലയിൽ ആത്മീയതയിലേക്ക് ഉൾച്ചേർക്കാം. ആധ്യാത്മികത വേറെയാണ്, ആദി ഭൗതികത വേറെയാണ്, ആദി ദൈവികത വേറെയാണ്. ഭക്തിയും ആത്മീയതയും കേൾക്കുമ്പോൾ രണ്ട് വാക്കാണ്. ശരിക്കും ഇത് രണ്ടും ഒന്നാണോ അല്ലെങ്കിൽ രണ്ടും രണ്ടാണോ? ഈ സൂക്ഷ്മമായ വ്യത്യാസങ്ങളിൽ രണ്ടാണെന്നൊക്കെ പറയാം. ആത്യന്തികമായി നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം ഒന്നാണെന്നും പറയാം. അതായത് നമ്മുടെ ഇവിടെ നമ്മളെപ്പോഴും ആളുകൾക്ക് മനസ്സിലാവുക അല്ലെങ്കിൽ ആളുകൾ പറയുന്നൊരു കാര്യം അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കുന്നൊരു കാര്യം, ആധ്യാത്മികതയും ആദി ദൈവികതയും മിക്സ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഓം ശാന്തി 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 എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ശാന്തി മന്ത്രങ്ങളൊക്കെ അവസാനിക്കുന്നത്. അത് ആദി ഭൗതികമായിട്ട്, ആദി ദൈവികമായിട്ട്, ആധ്യാത്മികമായിട്ട് എന്നാണ്. ഈ മൂന്ന് തലങ്ങളിൽ ആദി ദൈവികമായിട്ടുള്ളതാണ് നമ്മുടെ ദേവതാ സങ്കേതങ്ങളൊക്കെ. ക്ഷേത്രങ്ങളൊന്നും ആധ്യാത്മിക കേന്ദ്രങ്ങളല്ല, ആദി ദൈവിക കേന്ദ്രങ്ങളാണ്. ഈ ആദി ദൈവിക കേന്ദ്രങ്ങളിൽ തന്നെ നമ്മൾ ക്ഷേത്രോപാസന എന്ന് പറയുന്നത് തന്ത്രശാസ്ത്രത്തിൽ അധിഷ്ഠിതമാണ്. ആ തന്ത്രശാസ്ത്രത്തിലും ശാസ്ത്രബുദ്ധിയോട് കൂടിയിട്ടുള്ള ശാസ്ത്രജ്ഞാനത്തോട് കൂടിയിട്ടുള്ള നിഷ്ഠകളും അനുഷ്ഠാനങ്ങളുമാണ് പ്രസക്തമായിട്ടുള്ളത്, ഭക്തിയേക്കാൾ ഉപരിയായിട്ടുള്ളത്. അങ്ങക്ക് നല്ല ഭക്തിയുണ്ട്, ആ ഭക്തനായതുകൊണ്ട് ഒരു ക്ഷേത്രത്തിൽ ചെന്ന് ആ ക്ഷേത്രത്തിൻ്റെ ആചരണ പദ്ധതികൾക്ക് വിരുദ്ധമായിട്ട് എന്തെങ്കിലും ചെയ്താൽ നിങ്ങൾക്ക് അപകടം ഉണ്ടാവും. അവിടുത്തെ ആ തന്ത്രശാസ്ത്രത്തിലെ നിയമങ്ങൾക്കാണ് പ്രാധാന്യം, ഇതിനല്ല. പിന്നെ ആ നിയമങ്ങളെ മറികടക്കുന്ന ഭാവത്തിലേക്ക് നിങ്ങൾക്ക് ഭക്തി കൊണ്ട് എത്തിച്ചേരാം. ഇപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ പറയുണ്ടായിട്ടുണ്ട്, സൂക്ഷ്മമറിഞ്ഞവന് മതം പ്രമാണമല്ല, അവനാണ് മതത്തിന് പ്രമാണം എന്ന്. അപ്പം ആ ഒരു അവസ്ഥയിൽ എത്തിച്ചേരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളെയും അതിജീവിക്കാൻ പറ്റും. പക്ഷെ സാധാരണ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ നല്ല ഭക്തിയുള്ള ആളാണെങ്കിലും ഒരു ക്ഷേത്രത്തിൽ പ്രവേശിച്ച് അതൊരു ദേവതാ സങ്കേതമാണ്, ഒരു ആറ്റമിക് റിയാക്ടർ പോലെ. അപ്പോൾ അവിടെയുള്ള ആണവശക്തിയോട് അങ്ങേയറ്റത്ത് ആദരവുണ്ട് എന്ന് പറഞ്ഞിട്ട് ആണവ റിയാക്ടറിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് തലയിട്ടാൽ ആളുടെ പണി തീരും. അപ്പോൾ അതുപോലെ ആണ് ഭക്തിയിലെയും ദേവതാ സങ്കേതത്തിൻ്റെയും കാര്യം. ഭക്തി അവനവൻ്റെ ആന്തരികമായിട്ടുള്ളതാണ്. പക്ഷെ ഇതൊക്കെ എത്തിച്ചേരുന്നത് നിങ്ങളുടെ ഭാവതലത്തിലേക്കാണ്. ആ ഭാവതലത്തിലേക്ക് ഏത് മാർഗത്തിൽ കൂടെ നിങ്ങൾക്ക് എത്താം. ഭക്തി കൊണ്ടെത്താം, ജ്ഞാനം കൊണ്ടെത്താം, സാധന കൊണ്ടെത്താം, യോഗ കൊണ്ടെത്താം. ആയുർവേദമൊക്കെ അനുശാസിക്കുന്ന രീതിയിൽ യുക്താഹാരം കൊണ്ടും യുക്തവിഹാരം കൊണ്ടും അങ്ങനെയുള്ള നിഷ്ഠ കൊണ്ടും എത്താം. മാനസികാരോഗ്യത്തെ പുഷ്ടിപ്പെടുത്തി മനസ്സിനെ ഏകാഗ്രമായിട്ട് എത്തിച്ചേരാം. അതിൽ ഓരോന്നിലും പ്രാണാനുസന്ധാനം തൊട്ട് നിരവധി അനുഷ്ഠാന പദ്ധതികൾ വ്യത്യസ്തമായിട്ടുണ്ട്. ഏതിലൂടെയും നിങ്ങൾക്ക് ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരാം. ഏതിലൂടെ എത്തിച്ചേർന്നാലും എല്ലാ നദികളും വന്ന് സമുദ്രത്തിൽ ചേർന്ന് കഴിഞ്ഞാൽ സമുദ്രം ഒരേപോലെ തന്നെയാണ്. അതുപോലെയാണ് ഭക്തിയും ആത്മീയതയും അല്ലേ? ഭക്തിയുമെല്ലാം. അപ്പം ആത്മീയത എന്ന് പറയുന്നത് ഒരു വലിയ വാക്കാണ്. ആ വാക്കിൽ എല്ലാം നമുക്ക് ഉൾച്ചേർക്കാം. ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ പോലും ആത്മീയമായിട്ട് നമുക്ക് കാണാം. പക്ഷെ നമ്മൾ ആധ്യാത്മികത എന്ന് പറഞ്ഞാൽ അത് ഒരു പ്രത്യേകതയാണ്. ആദി ദൈവികത എന്ന് പറഞ്ഞാൽ ഒന്നാണ്, ആദി ഭൗതികത എന്ന് പറഞ്ഞാൽ വേറെയാണ്. ഇതിനെ മൂന്നിനെ നമുക്ക് വേണമെങ്കിൽ ആത്മീയത, അതായത് ആത്മാവിനെ സംബന്ധിച്ച കാര്യങ്ങൾ എല്ലാം ആത്മാവിനെ ബാധിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ഭൗതികമായി ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും നമ്മുടെ മൈൻഡിൽ അതിൻ്റെ ഇംപ്രഷൻസ് ഉണ്ടാക്കുന്നുണ്ട്. ആ ഇംപ്രഷൻസ് നമ്മുടെ വാസനകളായിട്ട് പൂർവാർജിതമായിട്ടുള്ള സംസ്കാരമായിട്ട് മാറുന്നുണ്ട്. അപ്പം അതൊക്കെ നമ്മുടെ പ്രാണൻ്റെ നിലയെ ബാധിക്കുന്നുണ്ട്. എല്ലാം നമുക്ക് ഭൗതികമായിട്ടുള്ള കാര്യങ്ങളെ പോലും ആ ആത്മാവിനെ സംബന്ധിക്കുന്നത് എന്നുള്ള നിലയിൽ ആത്മീയതയിലേക്ക് ഉൾച്ചേർക്കാം. ആധ്യാത്മികത വേറെയാണ്, ആദി ഭൗതികത വേറെയാണ്, ആദി ദൈവികത വേറെയാണ്.